ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഗാർഡനിലേക്ക് ആവശ്യമായ കുറച്ച് ടിപ്സൊക്കെയാണ്. ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സൊക്കെയാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ എപ്പോഴും ഒരു പൊടി പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ നന്നായിട്ട് മുക്കിയിട്ട് ആ ലീഫും ഒന്ന് നന്നായിട്ട് തുടച്ച് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായി കിട്ടിക്കോളും. ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് തുടച്ച് കൊടുത്താൽ മതിയില്ലേന്ന്. പക്ഷേ അതിനേക്കാളും ക്ലീനായിട്ട് ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പൊടിക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മിക്ക ചെടികളും ഇങ്ങനെ പൊടിയൊക്കെ വന്നിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നന്നായിട്ടിത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി റോസിൻ്റെ കൊമ്പ് പെട്ടെന്ന് വേര് പിടിച്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു റോസ് പ്ലാന്റുമെന്ന് ഒരു മൂത്ത കൊമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ചെറിയൊരു കട്ടാക്കി മാറ്റാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി വേണ്ടത് അലോവേര പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ റോസിൻ്റെ അടിയിലുണ്ടായിരുന്ന ലീഫൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അലോവേര കട്ട് ചെയ്തെടുത്തല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ റോസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ റോസ് പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ച ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നല്ല രീതിയിൽ വേറൊരു പോട്ടിലേക്ക് മാറ്റി വെക്കുക എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഒരു പോട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം വരെ മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ മേടിച്ച് വെച്ചിരിക്കുന്ന ആ പോട്ട് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് 4 സൈഡിലും വീണ്ടും മണ്ണിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 സൈഡിലും നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പോട്ട് നമുക്ക് അതിൽ നിന്നും എടുക്കാം. ഇപ്പോൾ ഇതാ പോട്ട് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലാന്റ് ആ പോട്ടിൽ നിന്ന് എടുക്കാം. ഈ പോട്ടിൽ നിന്ന് പെട്ടെന്ന് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ മണ്ണൊക്കെ ഒന്ന് വെറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും. ഇപ്പം നല്ല രീതിക്ക് തന്നെ ആ പോട്ടിലേക്ക് എനിക്ക് മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർന്ന് കിട്ടുക എന്നൊന്ന് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഈർക്കിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഈർക്കിൽ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ഈ ഒരു റൂട്ട് വന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കുത്തിവെക്കണം. അപ്പോൾ ഈ ഈർക്കിൽ നമ്മൾ ഒടിഞ്ഞു പോകാത്ത തരത്തിൽ ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ നിങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഈ റൂട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ബുഷിയായിട്ട് വളർന്ന് കിട്ടും. അതുപോലെ മണി പ്ലാന്റൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം.
അതുപോലെ അടുത്തത് സീസി പ്ലാന്റ് എങ്ങനെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വെറും ഒരു ലീഫിൽ നിന്ന് തന്നെ നമുക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സീസി പ്ലാന്റിൻ്റെ ഈ ഒരു ലീഫ് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ നട്ടു കൊടുത്തതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ നല്ലൊരു ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.